ഇന്ന് നാം ചിന്തിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 9-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല. ആൽഫയും ഒമേഗയുമായിരിക്കുന്ന സർവശക്തനായ ദൈവം യഹോവ, യാഹ്വേ, ആദിയും അന്തവുമായിരിക്കുന്ന കർത്താവ് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മക്കളോട് പറയുകയാണ്, നിങ്ങൾ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ്. ആരെ ആരാധിക്കണം? ഏക സത്യദൈവമായ യഹോവയാകുന്ന ദൈവത്തെ. അതെ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല എന്ന് ഇസ്രായേൽ മക്കളെ ദൈവം പഠിപ്പിക്കുമ്പോൾ, ഓർപ്പിക്കുമ്പോൾ, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല എന്ന് ആവർത്തിച്ച് ഓർപ്പിക്കുമ്പോൾ, ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹവും സ്നേഹവുമാണ് അവിടെ വെളിവായി വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, മഹത്വപ്പെടുത്താവൂ. യഹോവയെ മാത്രമേ ആരാധിക്കാവൂ, മഹത്വപ്പെടുത്താവൂ. അവരെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയജനമായതുകൊണ്ട് ആ പ്രിവിലേജ് ദൈവം നൽകിയിരിക്കുകയാണ്. അതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ദൈവത്തിൽ നകന്നു പോയിട്ടുണ്ടെങ്കിൽ യഹോവയാകുന്ന ഏകസത്യ ദൈവത്തിൽ വിശ്വസിച്ച് ത്രിയേക ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ജീവിതം മുന്നോട്ട് വിശുദ്ധിയോടെ കൊണ്ടുപോവുക. പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളുടെ ദൈവമേ, ഏകസത്യ ദൈവമായി അങ്ങേ ആരാധിപ്പാൻ നിന്റെ മക്കൾക്ക് കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.